ഹലോ ഹായ്. അപ്പോഴേ ഞാൻ പറഞ്ഞു വരുന്നതേ ജയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് കേട്ടോ. പ്രതികൾക്കൊക്കെ ഇപ്പൊ ഭയങ്കര സുഖമാണ് ജയിലിലും. നല്ല അറിയാലോ, ചപ്പാത്തിയും ചിക്കൻ കറിയും മറ്റേതും മറിച്ചതും എല്ലാം നല്ല ഫുഡൊക്കെ ഭയങ്കര പഴയ കണക്കുള്ള ഗോതമ്പുണ്ടിയും കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ എല്ലാവരും ജയിലിൽ പോകുന്നതായിരിക്കും നല്ലത്. കാരണം നാട്ടിൽ നമുക്ക് ഭയങ്കരമായിട്ട് വിലക്കയറ്റവും അതും ഇതും ഒക്കെ വന്നിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. പിന്നെ ഒരു വശത്തൂടെ ലോൺകാർ പിടിക്കും, ഒരു വശത്തൂടെ നമുക്ക് ജീവിക്കാനുള്ള നിവൃത്തിയില്ല. ഇങ്ങനെ എല്ലാം കൊണ്ട് വലിയ പ്രശ്നത്തിലിരിക്കുന്ന ഈ നാട്ടിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ആരെങ്കിലും കൊന്നിട്ടോ ഇടിച്ചിട്ടോ ഒക്കെ ജയിലിൽ പോണെയാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഇതെന്തായാലും നിങ്ങൾ മോട്ടിവേഷൻ എടുക്കുന്ന ഈ സ്ത്രീ വന്നിരുന്ന കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു എന്നൊന്നും വിചാരിക്കേണ്ട. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഭാസ്കര കാർണവർ കേസിലെ ഷെറിൻ ജയിൽ മോചിതയായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പം നമ്മളെ ഏതെങ്കിലും ഒരു കുറ്റവാളികൾക്ക് എത്ര വർഷം ശിക്ഷ കിട്ടിയാലും ജീവപര്യന്തം അല്ല എന്ത് തന്നെ കിട്ടിയാലും ഭരിക്കുന്ന പാർട്ടിയായിട്ട് ഉള്ള ആൾക്കാരുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു ബന്ധം മതി. തീർച്ചയായിട്ടും നമുക്ക് എത്രയും പെട്ടെന്ന് ഊരി പോരാൻ പറ്റും കേട്ടോ. കാരണം അവർ റെക്കമെൻഡ് ചെയ്യും എത്രയും പെട്ടെന്ന് ഈ വ്യക്തിയെ ജയിലിൽ പുറത്തിറക്കുക. അത് ആണായാലും പെണ്ണായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ പെണ്ണാണെങ്കിൽ പിന്നെ വേറെ രീതിയിലുള്ള റിലേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കാര്യം എളുപ്പമാകും. അപ്പൊ എന്തെങ്കിലുമൊക്കെ കുറ്റം ചെയ്ത് അതിനകത്ത് പോയി കിടന്ന് സുഖമായിട്ടൊരു 10 വർഷമൊക്കെ കിടന്നിട്ട് കിട്ടിയ ജോലിയൊക്കെ ചെയ്ത് അവിടെ കുറച്ച് ഇപ്പൊ ശമ്പളമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴല്ല കുറേ നാൾ മുമ്പ് ശമ്പളമുണ്ട്. അപ്പൊ ശമ്പളമൊക്കെ കിട്ടി വേണമെങ്കിൽ അവിടെ കിടന്ന് പഠിക്കാൻ എല്ലാ സുഖം, ഭയങ്കര സുഖം, ജയിലിൽ ഭയങ്കര സുഖമാണ്. അപ്പൊ കുറ്റവാളികൾക്കൊക്കെ ഇനിയിപ്പോൾ ആൾക്കാരെല്ലാം കുറ്റകൃത്യം ചെയ്ത് നമുക്ക് ജയിലിലോട്ട് പോകുന്നിരിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റത്തില്ല. എല്ലാത്തിനും വില കയറ്റം. ഒരു വശത്തെ പേഴ്സണൽ ലോൺകാർ പിടിക്കും, അപ്പുറത്തെ വശത്തൂടെ നമുക്ക് സാധനങ്ങൾക്കെല്ലാം തീ പിടിച്ച വില. എങ്ങനെ മുന്നോട്ട് ജീവിക്കാനാ? അപ്പം നല്ലത് ആരെങ്കിലും നമുക്ക് ശത്രുതയുള്ള ആരെങ്കിലും കൊന്നിട്ട് ജയിലിൽ പോകുക, ഇത് മാത്രമായിരിക്കും നമ്മുടെ ചിന്ത അല്ലെ. അപ്പൊ ഞാനിത് പറഞ്ഞു വരുന്നത്, നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്താലും നമുക്ക് പേടിക്കാതെ ജയിലിൽ പോയി സുഖമായിട്ട് ജീവിക്കാം എന്നുള്ളതാണ് ഗൈസ്. നിങ്ങൾക്ക് മോട്ടിവേഷൻ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാൻ വളരെ മോശമായിട്ടുള്ള കാര്യം പറഞ്ഞു എന്ന് കേൾക്കരുത് ഗൈസ്, ഒരിക്കലും കേൾക്കരുത്.